ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ലോകത്തെ തന്നെ പിടിച്ചു കുലുക്കിയ ഒരു സംഭവം നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. അത് വെനസ്വേലൻ പ്രസിഡന്റ് ആയിട്ടുള്ള നിക്കോളാസ് മഡൂറോയെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള സിലിയ ഫ്ലോറസിനെയും അമേരിക്കൻ സൈന്യം 15,000-ഓളം വരുന്ന അമേരിക്കൻ സൈന്യം തട്ടിക്കൊണ്ടുപോയതാണ്. ആ തട്ടിക്കൊണ്ടുപോയത് കൂടാതെ അവരെ ഇന്നിപ്പോൾ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ആ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ അദ്ദേഹത്തിന് ശിക്ഷ വിധിക്കുമോ ഇല്ലയോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ തലക്ക് നേരത്തെ തന്നെ അമേരിക്ക $50 മില്യൺ വിലയിട്ടിരുന്നു എന്നുള്ളത് നിങ്ങളറിയണം. യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഒസാമ ബിൻ ലാദൻ്റെ തലക്ക് പോലും, അതായത് വലിയ തോതിൽ അമേരിക്കയിലേക്ക് ആക്രമണം നടത്തിയിട്ടുള്ള ഒസാമ ബിൻ ലാദൻ്റെ തലക്ക് പോലും $25 മില്യൺ മാത്രമേ വിലയിട്ടിരുന്നുള്ളൂ. അപ്പോൾ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാനുള്ളൊരു കാരണമായി പറയുന്നത് ഈ പറയുന്ന വെനസ്വേലൻ പ്രസിഡന്റ് യഥാർത്ഥത്തിൽ ഒരു ഡ്രഗ് കാർട്ടൽ നടത്തുന്ന ആളാണെന്നും അവിടുത്തെ സൈന്യവും പ്രസിഡന്റും എല്ലാം ഉൾപ്പെടെയുള്ള ഒരു ഡ്രഗ് കാർട്ടൽ അമേരിക്കയിലേക്ക് വലിയ തോതിൽ മയക്കുമരുന്ന് കൊടുക്കുന്നു എന്നുള്ളതുമാണ് വലിയ വിവാദമായിട്ട് അവർ ഉയർത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവരൊന്ന് ശരിപ്പെടുത്തണം എന്നുള്ളത് കുറേ നാളുകളായി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ എൻ്റെ ചില ഒഫീഷ്യൽ തിരക്കുകൾ മൂലം ഞാൻ ഇതുമായി ബന്ധപ്പെട്ടിട്ടൊരു വീഡിയോ എടുക്കണ്ട എന്ന് വിചാരിച്ചിരുന്നതാണ്. കാരണം കുറച്ചുകൂടി ടൈം എടുക്കുന്നൊരു പ്രോസസ്സാണ് നമ്മൾ ഇൻ്റർനാഷണൽ മാറ്റേഴ്സൊക്കെ എടുക്കുമ്പോൾ. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് യാദൃശ്ചികമായിട്ട് ഞാൻ കേരളത്തിലെ പുതിയ സാംസ്കാരിക നായകനും സംഘപരിവാർ അനുകൂലികളുടെയൊക്കെ തന്നെ അപ്പോസ്തലനുമായിട്ടുള്ള ശ്രീജിത്ത് പണിക്കറുടെ ഒരു വീഡിയോ കാണുന്നത്. സാധാരണ ഞാൻ കാണാറില്ല, പക്ഷെ കണ്ടതിന് ശേഷം യഥാർത്ഥത്തിൽ എന്ത് നഷ്ടം വന്നാലും കുഴപ്പമില്ല, കാരണം ഇത്തരത്തിലുള്ളൊരു വീഡിയോ എടുത്തേ മതിയാകൂ എന്ന് ഞാൻ വിചാരിച്ചു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ പറയുന്ന അബദ്ധങ്ങളൊക്കെ ഏതാണ്ട് ഇപ്പോൾ ഒരു 3 ലക്ഷത്തിലധികം ആളുകൾ വിഴുങ്ങിക്കഴിഞ്ഞു. അതായത് 3 ലക്ഷത്തോളം ആളുകൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞു. വളരെ നല്ല വ്യൂവർഷിപ്പ് ഉണ്ട്. പക്ഷെ അത്തരത്തിലുള്ള ആളുകൾ ഈ കേരളത്തിൽ കൂടിയാൽ എന്തൊരു അധപ്പതനമായിരിക്കും കേരളത്തിന് ഉണ്ടാകാനിരിക്കുക എന്നുള്ള എൻ്റെ സംശയത്തിൽ നിന്നാണ് ഞാൻ ഓരോരോ കാര്യങ്ങളായിട്ട് വരാം. അതിനു മുമ്പ് തൽക്കാലം നിങ്ങളിപ്പോൾ ഈ വീഡിയോ എൻ്റെ ആ ചെറിയൊരു ഭാഗം ഒന്ന് കേൾക്കുക. ബാക്കിയുള്ളത് ഞാൻ എന്ത് ചെയ്യാം, നിങ്ങളോടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇങ്ങനെ ജനാധിപത്യം പൂർണ്ണമായിട്ടും കുത്തഴിഞ്ഞ് ജനങ്ങളുടെ ഹിതം ഒരു തരത്തിലും നടപ്പാക്കപ്പെടാതിരിക്കുന്ന ഒരു രാജ്യത്ത് മറ്റേതെങ്കിലും ഒരു രാജ്യം ഇടപെട്ടാൽ അത് തെറ്റാണോ അല്ലയോ എന്നുള്ളതാണ് ഇവിടെ ചിന്തിക്കേണ്ടുന്ന പ്രശ്നം. അതല്ലാതെ മറ്റൊരു രാജ്യത്തിന്റെ ആഭ്യന്തര വിഷയങ്ങളിൽ വേറൊരു രാജ്യം ഇടപെടുന്നത് ശരിയാണോ അല്ലയോ എന്നുള്ള വളരെ പൊതുവായിട്ടുള്ള ഒരു സ്കെയിൽ കൊണ്ട് വെനസ്വേലയിലെ സിറ്റുവേഷനെ അളക്കാനായിട്ട് സാധ്യമേ. എന്ന് പറഞ്ഞാൽ ശ്രീജിത്ത് ഇത് പറഞ്ഞു വെക്കണതിൽ ഒരു ഭാഗം നമ്മളിപ്പോൾ ഒരു വേറൊരു രാജ്യത്തിൻ്റെ ആഭ്യന്തര പ്രശ്നങ്ങളിലേക്ക് മറ്റൊരു രാജ്യം ഇടപെടുന്നത് ശരിയാണോ എന്നുള്ള ഒരു പൊതുവായ സ്കെയില് വെച്ചിട്ട് ഇതിനെ അളക്കാൻ കഴിയില്ലെന്നും പകരം ഇതിനെ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തെ രക്ഷപ്പെടുത്താനുള്ള ശ്രമമായി ഇതിനെ കാണണം എന്നുള്ളതുമാണ് ശ്രീജിത്ത് പണിക്കർ പറഞ്ഞു വെക്കുന്നത്. പക്ഷേ ഇതിന് ശേഷമുള്ള ചില സമീകരണങ്ങൾ, ചില ഈ പറയുന്ന പോലെ അദ്ദേഹം ചില ഉപമകൾ അതെന്നെ വല്ലാതെ ഞെട്ടിച്ചു. അത് ഇന്ത്യയുമായിട്ടാണ് അമേരിക്കയെ തുലനം ചെയ്തത്. അതുകൂടി നിങ്ങളൊന്ന് കേൾക്കണം. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ ചരിത്രം തന്നെയാണ്. നമ്മുടെ ചരിത്രത്തിലേക്കൊന്ന് പോയി കഴിഞ്ഞാൽ ഈസ്റ്റേൺ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഇന്നത്തെ ബംഗ്ലാദേശിൽ നമ്മൾ ഇടപെട്ടിട്ടുണ്ട്, സൈനികമായിട്ട് ഇടപെട്ടിട്ടുണ്ട്. ആ രാജ്യത്തെ ജനാധിപത്യ ഭരണക്രമം, അവിടുത്തെ ജനങ്ങളുടെ സമാധാനം, ജനങ്ങളുടെ ഹിതം ഇതൊന്നും തന്നെ മാനിക്കപ്പെടുന്നില്ല എന്നുള്ള ഒരു സന്ദർഭം ഉണ്ടായപ്പോൾ നമ്മുടെ രാജ്യത്തിന് അയൽരാജ്യം എന്ന രീതിയിൽ വലിയ ഭീഷണി ഉണ്ടാകും എന്ന് ഉറപ്പുണ്ടായ സമയത്ത് നമ്മളാണ് അവിടേക്ക് സൈനികമായി തന്നെ ഇടപെട്ട് ഈസ്റ്റേൺ പാകിസ്ഥാനെ ബംഗ്ലാദേശായി ലിബറേറ്റ് ചെയ്ത് കൊടുത്തത്. അപ്പോ നമ്മൾ ഈ പറയുന്ന പൊതുവായിട്ടുള്ള തത്വം, മറ്റൊരു രാജ്യത്തിന്റെ ആഭ്യന്തരമായ വിഷയങ്ങളിൽ നമ്മൾ ഇടപെടാൻ പാടില്ല എന്നുള്ള ഒരു തത്വം അവിടെ പാലിക്കപ്പെട്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബംഗ്ലാദേശിലുണ്ടായിരുന്ന സ്പെസിഫിക് ആയിട്ടുള്ള സാഹചര്യം അതായിരുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ ഇടപെടൽ ആ രാജ്യത്തിന്റെ ഭാവിക്കും നമ്മുടെ തന്നെ സുരക്ഷിതത്വത്തിനും ഏറ്റവും, അതായത് ഇന്ത്യ ബംഗ്ലാദേശിലേക്ക് ഇടപെട്ടു, ഈസ്റ്റേൺ പാകിസ്ഥാനിലേക്ക് ഇടപെട്ടു, പാകിസ്ഥാനെ വെട്ടിമുറിച്ച് ബംഗ്ലാദേശാക്കി. അത് യഥാർത്ഥത്തിൽ അവിടുത്തെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന, അവിടെ ജനാധിപത്യം ഇല്ലാതാക്കിയിട്ടുള്ള ആളുകൾക്കുള്ള തിരിച്ചടിയായിരുന്നു എന്നുള്ളതാണ് ഇദ്ദേഹം പറഞ്ഞു വരുന്നത്. അമേരിക്കയും അതേപോലെ തന്നെ അവിടെ ജനാധിപത്യമൊക്കെ തന്നെ സംരക്ഷിക്കാൻ വേണ്ടി ഇടപെടലുകളാണ് എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതിന് ഇന്ത്യക്കാരൊക്കെ തന്നെ ശ്രീജിത്ത് പണിക്കർക്കെതിരെ കേസ് കൊടുക്കേണ്ടതാണ് എന്ന് ഞാൻ പറയും. കാരണം അമേരിക്കയുടെ ഒരു ശക്തി എന്താണെന്നും അവരെന്തിനു വേണ്ടിയിട്ടാണ് ഇടപെടുന്നതും അവരിടപെടുന്നത് കച്ചവട താല്പര്യത്തിന് വേണ്ടിയാണെന്നും ഞാൻ നിങ്ങളോട് അക്കമിട്ട് പറയാം. തൽക്കാലം നിങ്ങളതൊന്ന് കേൾക്ക്. നിർണായകമായിരുന്ന ഒരു പ്രധാനപ്പെട്ട തീരുമാനമായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെ ഓപ്പറേഷൻ സിന്ദൂർ ഈ കഴിഞ്ഞ വർഷം നമ്മൾ നടത്തിയപ്പോൾ ഇതേപോലെ മറ്റൊരു രാജ്യത്തിന്റെ ആഭ്യന്തരമായിട്ടുള്ള ഒരു വിഷയത്തിലേക്കാണ് നമ്മൾ ഇടപെട്ടത്. ഇങ്ങോട്ട് അതിർത്തി കടന്ന് യുദ്ധത്തിന് വന്നിരിക്കുന്ന ആൾക്കാരെ അല്ല നമ്മൾ സൈനികമായിട്ട് ചേർത്തത്, മറിച്ച് നമ്മൾ പാകിസ്ഥാന്റെ ഉള്ളിലേക്ക് കടന്നു ചെന്ന് അവരെ ആക്രമിച്ച് അവിടുത്തെ തീവ്രവാദ ഹബ്ബുകളെയാണ് ന്യൂട്രലൈസ് ചെയ്തത്. എന്ന് വെച്ചാൽ ഒരു രാജ്യത്തെ ജനാധിപത്യ ഭരണക്രമത്തിനെ അട്ടിമറിക്കുന്ന രീതിയിൽ
അവിടെ തീവ്രവാദം പിടിമുറുക്കുന്നുണ്ട്. അത് അയൽരാജ്യം എന്ന നിലയ്ക്ക് നമ്മുടെ സുരക്ഷിതത്വത്തിന് അങ്ങേയറ്റം ഭീഷണിയാണ് എന്നുള്ളതിന്റെ തെളിവുകൾ പുറത്തു വന്നപ്പോൾ നമ്മൾ അതിൽ ഇടപെടുകയാണ് ചെയ്തത്. അപ്പൊ ഇത് രണ്ടും തെറ്റായിട്ടുള്ള സമീപനമല്ല. അത് സൂചിപ്പിക്കുന്നത് തന്നെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ഇടപെടാൻ കഴിയും എന്നാണ്. സമാധാനകാംക്ഷിയായ നമ്മുടെ രാജ്യം ഇന്ത്യ ഈ വിഷയങ്ങളിലൊക്കെ തന്നെ ഇടപെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വെനിസ്വേലയുടെ വിഷയത്തിൽ അമേരിക്കയുടെ ഇടപെടൽ തെറ്റാണ് എന്ന് നമുക്ക് പറയാനേ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. അതായത് വളരെ ലളിതമായിട്ട് എൻ്റെ പ്രിയപ്പെട്ട സംഘപരിവാർ അനുകൂലികൾ പോലും കേൾക്കണം. കാരണം ഞാനിപ്പോൾ ഇത് മുഴുവൻ കേൾപ്പിക്കുന്നില്ല, ഇതിൻ്റെ ലെങ്ത് കൂടും എന്നുള്ളത്. കാരണം ഇതൊരു 15.03 മിനിറ്റുകളുള്ള ഒരു വീഡിയോ ആണ്. ആ വീഡിയോയിൽ ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഇന്ത്യ ഇടപെട്ടതുപോലെ തന്നെയാണ് അമേരിക്ക മറ്റ് രാജ്യങ്ങളിൽ ഇടപെടുന്നത്. ഇന്ത്യ ഇടപെട്ടതിൽ ഒരു തെറ്റുമില്ല. കാരണം ഇന്ത്യ ഇപ്പോൾ ഇദ്ദേഹം പറയുന്നത് തന്നെ മഹാബദ്ധമാണ്. കാരണം ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞ് ഇടപെട്ടത് നമ്മളെ നിരന്തരമായി അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന, പഹൽഗാമിൽ കയറി നമ്മളെ ആക്രമിച്ച ആളുകൾ, അവരുടെ ടെറർ ഇൻഫ്രാസ്ട്രക്ചറിനെ നമ്മൾ തിരിച്ചടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് മറ്റേ മഡൂറോയും ഭാര്യയും കൂടി വന്നിട്ടോ അല്ലെങ്കിൽ അവിടുത്തെ സൈന്യങ്ങൾ വന്നിട്ടോ അമേരിക്ക ഒന്നും ആക്രമിച്ചിട്ടില്ല. അതവിടെ നിൽക്കട്ടെ. പക്ഷേ മയക്കുമരുന്ന് കടത്തി എന്ന് പറയുന്ന ഒരു കുറ്റം നമുക്ക് പറയാൻ വേണമെങ്കിൽ, പക്ഷേ അതിൻ്റെ ചില വസ്തുതകളിലേക്ക് ഞാൻ വരാം. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ബംഗ്ലാദേശിൽ നമ്മൾ ഇടപെട്ടത്. നമ്മൾ ഈ രാജ്യങ്ങളിലൊന്നും ഇടപെടുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ശ്രീജിത്ത് പണിക്കരെ, താങ്കൾ അറിയേണ്ടത് നമുക്കൊരു വെസ്റ്റഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റും ഇല്ലായിരുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷ മാത്രമായിരുന്നു. അതുകൊണ്ട് താങ്കൾ ഈ നടത്തിയിട്ടുള്ളത് യഥാർത്ഥത്തിൽ രാജ്യവിരുദ്ധമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. അതുകൊണ്ട് ഇത് പിൻവലിക്കണം എന്നാണ് എനിക്ക് ആദ്യമേ തന്നെ ഈ പറയുന്ന ശ്രീജിത്ത് പണിക്കരോട് പറയാനുള്ളത്. എന്നെപ്പോലൊരാൾക്ക്, സ്നേഹിക്കുന്ന ഒരാൾക്ക് വേദന ഉണ്ടാക്കുന്ന പ്രസ്താവനയാണ് ഈ രാജ്യത്തെ. ഇനി അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇദ്ദേഹം പറഞ്ഞു തുടങ്ങുന്ന മറ്റ് ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഇദ്ദേഹം പറയുന്നത് ആദ്യത്തെ ഭാഗങ്ങളിലൊക്കെ തന്നെ പറയുന്നത് ഇപ്പം 2013 ഈ പറയുന്ന വെനസ്വേലയുടെ വരുമാനം എന്ന് പറയുന്നത് $330 ബില്യൺ ആയിരുന്നു GDP എങ്കിൽ, പിന്നീട് അത് 2023 എത്തിയപ്പോൾ $68 ബില്യൺ ചുരുങ്ങി എന്നുള്ളതാണ്. അതുപോലെ നിരവധി കണക്കുകൾ ഇദ്ദേഹം പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു ഇൻകം ബേസ്ഡ് പോവർട്ടിയുടെ കണക്കെടുക്കുമ്പോൾ അത് 86% ഇപ്പോൾ 2023 82%. ഇതൊക്കെ കറക്റ്റ് തന്നെയാണ്. അവിടെ വലിയ ദരിദ്രമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള ഒരു രാജ്യമായിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. പക്ഷെ ആ വാസ്തവം പ്രിയപ്പെട്ട ശ്രീജിത്ത് പണിക്കർ ഇത് പറയുന്നതിന് മുമ്പ് ശ്രീജിത്ത് പണിക്കർ രാത്രി ഇരുന്ന് ഈ വിഷയത്തെക്കുറിച്ച് മാത്രം കാണാതെ പഠിച്ചിട്ട് വന്നാൽ പോരാ മറ്റു ചർച്ചയ്ക്ക് വരുന്നത് പോലെ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ചരിത്രമൊക്കെ കുറച്ചുകൂടി നേരത്തെ തന്നെ വായിച്ച് തുടങ്ങണം എന്നുള്ളതാണ് എനിക്ക് ശ്രീജിത്ത് പണിക്കർ ഓർപ്പിക്കാനുള്ളത്. മറ്റ് പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിലേക്ക് കൂടി ഞാൻ വരാട്ടോ. ശീതയുദ്ധത്തിൻ്റെ സമയത്ത് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ ഏറ്റവും വിശ്വസ്തരായിട്ടുള്ള ഒരു രാജ്യമായിരുന്നു വെനസ്വേല എന്ന് പറയുന്നത്. അന്ന് സൈനിക സഹകരണം ഉണ്ടായിരുന്നു. F-16 പോലുള്ള യുദ്ധവിമാനങ്ങൾ കൊടുത്തിരുന്നു. അതുപോലെ US കമ്പനികൾക്ക് അവിടെ ഏറ്റവും വലിയ കയറ്റുമതി അവിടെ നടത്തിക്കൊണ്ടിരുന്ന എണ്ണ കയറ്റുമതി നടത്തിക്കൊണ്ടിരുന്ന US കമ്പനികളാണ്. US കമ്പനികൾക്ക് പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ 1990 എത്തിയപ്പോഴേക്കും പ്രിയപ്പെട്ട ശ്രീജിത്ത് പണിക്കർ അറിയേണ്ടത് അവിടെ യഥാർത്ഥത്തിൽ അവിടെയുള്ള വെനസ്വേലിയൻ ഗവൺമെൻറ് ഒരു US-ൻ്റെ കളിപ്പാവകളാണെന്നും അവിടെ നിന്ന് ലാഭമുണ്ടാക്കുന്നത് അമേരിക്കൻ കമ്പനികളാണെന്നും പറഞ്ഞുകൊണ്ട് വലിയ തോതിൽ പ്രക്ഷോഭമുണ്ടാകുകയും ജനങ്ങൾ പറ്റിക്കപ്പെടുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു നേതാവ് ഉയർന്നു വന്നു. ആ നേതാവിൻ്റെ പേരാണ് ഹ്യൂഗോ ഷാവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം യഥാർത്ഥത്തിൽ 1999 ഈ പറയുന്ന ഇലക്ഷനിലൂടെ, തെരഞ്ഞെടുപ്പിലൂടെ അവിടെ അധികാരത്തിലേക്ക് വന്നു. ആ അധികാരത്തിലേക്ക് വന്നതിന് ശേഷം US-ൻ്റെ വിരുദ്ധ നിലപാടുകളെടുത്തു. അവിടുത്തെ എണ്ണ കമ്പനികൾക്ക് എല്ലാം തന്നെ നാഷണലൈസ് ചെയ്തു, സർക്കാരിൻ്റെ കീഴിലേക്കാക്കി. അപ്പം നിരവധി US കമ്പനികൾ അവിടെ നിന്ന് വിട്ടുപോകേണ്ടി വന്നു. അപ്പോൾ അതിനെല്ലാം ശേഷം അദ്ദേഹത്തെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് 2002 ഒരു അട്ടിമറി ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ അട്ടിമറി ശ്രമം വിജയിച്ചില്ല. അങ്ങനെ വിജയിക്കാതിരുന്നതിന് ശേഷം നയതന്ത്ര ബന്ധങ്ങളൊക്കെ തന്നെ അവസാനിപ്പിച്ചു. യഥാർത്ഥത്തിൽ അമേരിക്കൻ അംബാസഡർ അടക്കമുള്ള ആളുകളെയൊക്കെ തന്നെ ഈ വെനസ്വേലയിൽ നിന്ന് പുറത്താക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ പുറത്താക്കിയതിന് ശേഷം വലിയ തോതിലുള്ള ഉപരോധമാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന വെനസ്വേല നേരിടേണ്ടി വന്നത്. ആ വെനസ്വേല നേരിടേണ്ടി വന്ന നിരവധി ഉപരോധങ്ങളിൽ അവർ ആകെ തകർന്നു പോയി എന്നുള്ളത് വാസ്തവമാണ്. അതിനിടയിലാണ് 2013 ഹ്യൂഗോ ഷാവേസ് അന്തരിക്കുന്നത്. ഹ്യൂഗോ ഷാവേസ് അന്തരിക്കുമ്പോൾ ഈ നിക്കോളാസ് മഡൂറോ എന്ന് പറയുന്ന ഒരാളെ ഭരണം ഏൽപ്പിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ആ നിക്കോളാസ് മഡൂറോ ഭരണം ഏറ്റെടുത്തു.
2016-ലും 2018-ലും ഒക്കെ തന്നെ ആ ഭരണം ഒട്ടും നല്ലതായിരുന്നു എന്ന അഭിപ്രായം എനിക്കില്ല. ആ നിക്കോളാസ് മഡൂറോയുടെ ഭരണം വളരെ മോശമായിരുന്നു. അത് ഭാഗം ശ്രീത്ത് പണിക്കർ പറഞ്ഞത് ശരിയാണ്. അതിനുശേഷം ഭയങ്കര വലിയ തോതിലുള്ള ഒരു ഹൈപ്പർ ഇൻഫ്ലേഷൻ ഉണ്ടായിട്ടുണ്ട് 2016-ലും 2018-ലും ഇടയ്ക്ക്. ഏതാണ്ട് 60,000% വലിയ തോതിൽ ഇൻഫ്ലേഷൻ, വലിയ പണപ്പെരുപ്പം ഉണ്ടാവുകയും പണത്തിന് തന്നെ ഒട്ടും വിലയില്ലാതാവുകയും 2 ലക്ഷം രൂപ കൊടുത്താൽ 3 ലക്ഷം 20 ലക്ഷം രൂപ കൊടുത്താൽ അരി മേടിക്കാം, ബ്രെഡ് മേടിക്കാം എന്നൊക്കെയുള്ള ലെവലിലേക്ക് എത്തുകയൊക്കെ ചെയ്ത വലിയ പണപ്പെരുപ്പം, അതായത് ലോകത്തിൽ തന്നെ അഭൂതപൂർവമായിട്ടുള്ള ഒരു ഹൈപ്പർ ഇൻഫ്ലേഷൻ പണപ്പെരുപ്പം ഉണ്ടായി. അപ്പോൾ ആ സമയത്തൊക്കെ തന്നെ നാട്ടിലുള്ള ആളുകൾ അവിടെ നിൽക്കാൻ കൊള്ളില്ല എന്ന് പറഞ്ഞ് നിരവധി ആളുകൾ പലായനം ചെയ്തു എന്നുള്ളത് കറക്റ്റായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ആ സമയത്താണ് പിന്നീട് ഈ പറയുന്ന നിക്കോളാസ് മഡൂറോയുടെയൊക്കെ തലക്ക് അമേരിക്ക വിലയിടുന്ന ലെവലിലേക്ക് എത്തുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് മറ്റ് ചില കാരണങ്ങൾ കൂടിയുണ്ട് ശ്രീത് പണിക്കർ. ഇതല്ല യഥാർത്ഥത്തിലുള്ള കാരണം. സെപ്റ്റംബർ 2 US യഥാർത്ഥത്തിൽ വെനസ്വേലയുടെ ഒരു ബോട്ടിലേക്ക് 11 പേർ കൊല്ലപ്പെട്ട 30-ലധികം വരുന്ന ആക്രമണങ്ങൾ സെപ്റ്റംബർ 2 ഒരു ആക്രമണം നടത്തുന്നുണ്ട്. അതുപോലെ ഏതാണ്ട് 30-32ഓളം വരുന്ന ആക്രമണങ്ങൾ അവർ നടത്തുന്നുണ്ട്. ആ ആക്രമണങ്ങളൊക്കെ നടത്താനുള്ള പ്രധാനപ്പെട്ട കാരണം എന്തിനാണ് ഈ പറയുന്ന ബോട്ടുകളിലേക്ക് ഏറ്റവും കൂടുതൽ ആക്രമണം നടത്തുന്നത് എന്നുള്ളത് തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് പഠിക്കേണ്ടതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് അമേരിക്കയിലേക്ക് നടക്കുന്ന മയക്കുമരുന്നെല്ലാം തന്നെ വെനസ്വേലയിൽ നിന്നാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ അമേരിക്കയിലേക്ക് വരുന്ന മയക്കുമരുന്ന് കള്ളക്കടത്തിൻ്റെ ഭൂരിഭാഗവും പസഫിക് സമുദ്രം വഴിയും അതുപോലെ കരമാർഗവുമൊക്കെയാണ് നടന്നിരുന്നത് എന്ന് അമേരിക്കക്ക് അറിയാതിരിക്കുന്ന ഒരാളുകളല്ല. പക്ഷെ എങ്കിൽ പോലും ഇവരെ ആക്രമിച്ച് ഇല്ലാതാക്കുക എന്നുള്ള പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇവർക്കെതിരെ തുടരെ ആക്രമണം നടന്നത്. വെറുതെ കരീബിയൻ കടലിലെ ബോട്ടുകൾക്ക് നേരെ ഇത്ര വലിയ ആക്രമണം നടത്തേണ്ട ഒരാവശ്യവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവിടേക്കുള്ള മയക്കുമരുന്നുകളാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഡ്രഗ് കാർട്ടൽ നടത്തുന്നു എന്നുള്ളതാണ് ആരോപണം. ആ ഡ്രഗ് കാർട്ടൽ നടത്തുന്നു എന്ന് പറയുന്ന ആരോപണത്തെ തന്നെ വെല്ലുവിളിക്കുന്ന ചില കണക്കുകൾ കൂടി പുറത്തേക്കുണ്ട്. അതിന് തലേദിവസം രാത്രി ഇരുന്ന് ഈ പറയുന്ന പോലെ ഏതെങ്കിലും ചെറിയ ഭാഗം മാത്രം വായിച്ചു നോക്കിയാൽ പോരാ. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം US-ൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡ്രഗ് പ്രോബ്ലം എന്ന് പറയുന്നത് കൊക്കൈൻ അല്ല. കൊക്കൈൻ വഴി അവിടെ മരണപ്പെട്ടിട്ടുള്ള ആളുകളുടെ നമ്പർ ഞാൻ ഇനി പറയുന്ന നമ്പറിൻ്റെ പകുതിയേ വരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഏറ്റവും വലിയ ലഹരി പദാർത്ഥം എന്ന് പറയുന്നത് ഫെൻറ്റനൈൽ എന്ന് പറയുന്ന ഒരു ലഹരി പദാർത്ഥമാണ്. ആ പദാർത്ഥം ഉപയോഗിക്കുന്നതിൻ്റെ ഓവർഡോസ് കൊണ്ട് മാത്രം ഏതാണ്ട് 70,000-ലധികം അമേരിക്കക്കാർ 2023 മാത്രം കൊല്ലപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള കൊക്കൈൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു 10-12% മാത്രമേ കൊക്കൈൻ്റെ ഉപയോഗം വരുന്നുള്ളൂ എന്നുള്ളത് ചുരുക്കം. എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന കൊക്കൈൻ്റെയോ അല്ലെങ്കിൽ ബാക്കിയുള്ളതിൻ്റെയോ പ്രശ്നങ്ങൾ കൊണ്ടിട്ടല്ല. പിന്നെ എന്താണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്നുള്ളതാണ് നമ്മൾ അടുത്തതായി നോക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഡൊണാൾഡ് ട്രംപിൻ്റെ തന്നെ പ്രസ്താവനകളുണ്ട്. കുറച്ചുകൂടി പുറകിലോട്ട് പോയി ഒന്ന് വായിച്ചു നോക്കിയാൽ, ചരിത്രം പഠിച്ചാൽ ശ്രീത് പണിക്കർക്ക് മനസ്സിലാകും. അത് ഡൊണാൾഡ് ട്രംപിൻ്റെ തന്നെ പ്രസ്താവന വെനസ്വേല അമേരിക്കയുടെ എണ്ണയും ഭൂമിയും മറ്റു ധാതുക്കളും മോഷ്ടിച്ചു, അത് ഞങ്ങൾ തിരിച്ചു പിടിക്കും എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ വെനസ്വേല ഇവരുടെ കയ്യിൽ നിന്ന് ഒരു എണ്ണയും അമേരിക്കയിൽ നിന്ന് മോഷ്ടിച്ചിട്ട് പോയിട്ടില്ല. അങ്ങനെ മോഷ്ടിച്ചിട്ട് പോകാനുള്ള കരുത്തില്ലെന്നറിയാം. പക്ഷേ വെനസ്വേലയിൽ നിന്ന് ഉള്ള എണ്ണ നിക്ഷേപത്തിലായിരുന്നു ഏറ്റവും വലിയ കണ്ണ്. കാരണം ലോകത്തിൽ ഏറ്റവും വലിയ എണ്ണ നിക്ഷേപമുള്ള രാജ്യമെന്ന് പറയുന്നത് വെനസ്വേലയാണ്. അത് യഥാർത്ഥത്തിൽ സൗദി അറേബ്യ പോലുമല്ല. ഏറ്റവും കൂടുതൽ കയറ്റുമതി നടത്തുന്നത് സൗദി അറേബ്യയാണ്. പക്ഷേ ഏറ്റവും വലിയ എണ്ണ നിക്ഷേപമുള്ളത് വെനസ്വേലയാണ് എന്നുള്ളത് താങ്കൾ അറിയണം. ആ വെനസ്വേലയിൽ നിന്ന് കുറച്ചുകൂടി ഈ പറയുന്ന പോലെ വലിയ ധാതു നിക്ഷേപവുമുണ്ട്, അതുപോലെ ഇത്തരത്തിലുള്ള എണ്ണ നിക്ഷേപവുമുണ്ട്. പക്ഷേ ആ എണ്ണ സംസ്കരിച്ചെടുക്കുന്നതിന് കുറച്ചുകൂടി ബുദ്ധിമുട്ടുള്ള എണ്ണയാണ് അവിടെ നിന്ന് കിട്ടുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ അവിടേക്ക് ഈ പറയുന്ന അമേരിക്കയുടെ പെട്രോ ഡോളർ എന്ന് പറയുന്ന കാര്യം, അതായത് അമേരിക്കയിൽ പെട്രോളിയത്തിൻ്റെ വിൽപ്പനയിലൂടെ, ക്രൂഡ് ഓയിലിലേക്ക് വിൽപ്പനയിലൂടെ അമേരിക്ക സമ്പാദിക്കുന്ന ഡോളറിന് വലിയ തോതിലുള്ള ഭീഷണി നേരിട്ടു. അതിൻ്റെ കാരണം റഷ്യയും ചൈനയും അടക്കമുള്ള ആളുകൾ വെനസ്വേലയുമായിട്ടൊക്കെ ചേർന്നുകൊണ്ട് ഇത്തരത്തിലുള്ള കച്ചവടങ്ങൾ തുടങ്ങുകയും അവർ യഥാർത്ഥത്തിൽ ഡോളറിന് ഇതിൽ നിന്ന് പതുക്കെ ഒഴിവാക്കാനുള്ള ചില ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു. അങ്ങനെ ശ്രമങ്ങൾ നടത്തുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ട് വെനസ്വേലൻ ഓയിൽ 5 ലക്ഷം ബാരലാണ് 2025 ഒരു കണക്ക് നമ്മൾ പരിശോധിച്ചാൽ ഒരു ജനുവരി ഫെബ്രുവരി മാസങ്ങളിലൊക്കെ തന്നെ 5 ലക്ഷം ബാരലിൻ്റെ എണ്ണയാണ് പ്രതിദിനം അവിടെ നിന്ന് ചൈന വാങ്ങിച്ചുകൊണ്ടിരുന്നത്.
കൂടാതെ ചൈന എന്ന് പറയുന്ന രാജ്യം $60 ബില്യൺ നിക്ഷേപം അവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടി മറ്റ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ നടത്തിയിരുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് തൊട്ടടുത്ത അയൽരാജ്യമായിട്ടുള്ള വെനസ്വേലയിൽ നിന്ന് ഇത്തരത്തിലുള്ള ഇൻ്റർഫിയറൻസ് ഉണ്ടാകുമ്പോൾ അത് ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാകും എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. കൂടാതെ ഈ പറയുന്ന ഇവിടെ നിന്ന് കിട്ടുന്ന ഹാർഡായിട്ടുള്ള എണ്ണ സംസ്കരിക്കാനുള്ള വലിയ കമ്പനികളെല്ലാം തന്നെ അമേരിക്കയിലുണ്ടായിരുന്നു. അമേരിക്കൻ കമ്പനികളൊക്കെ തന്നെ ഇനിയിപ്പോൾ വെനസ്വേലിയൻ എണ്ണ കൊണ്ട് ഞങ്ങൾ വലിയ ലാഭമുണ്ടാക്കും എന്നുള്ളതും ഈ ട്രംപ് ഇടയ്ക്ക് തുറന്നു പറഞ്ഞു പോയിട്ടുണ്ട്. അതുമൊക്കെ താങ്കളൊന്ന് വായിക്കുന്നത് നല്ലതായിരിക്കും. അത്തരം കാര്യങ്ങളുള്ളത് കൊണ്ടാണ് ഈ വെനസ്വേലയിൽ നിന്നുള്ള എണ്ണക്കപ്പലുകളെയും അതുപോലെ ബോട്ടുകളെയും എല്ലാം ഇവർ നിരന്തരമായി ആക്രമിച്ചു കൊണ്ടിരുന്നത്. അല്ലാതെ അവിടെ നിന്ന് മയക്കുമരുന്ന് കടത്തുന്നു എന്നുള്ളത് കൊണ്ടല്ല. മയക്കുമരുന്ന് കടത്തുകയാണെങ്കിൽ അവർ ഏറ്റവും ആദ്യം ആക്രമിക്കേണ്ടത് മെക്സിക്കോയെയാണ്. കാരണം മെക്സിക്കോയിൽ നിന്നാണ് ഞാൻ പറഞ്ഞ രീതിയിലുള്ള അവിടുത്തെ ഏറ്റവും ഫെൻറ്റനൈൽ പോലെയുള്ള പല മയക്കുമരുന്നുകളും വലിയ തോതിൽ വരുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത്. പിന്നെ അടുത്തത് ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത് നമ്മുടെ ശ്രീജിത്ത് പണിക്കർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു രാജ്യത്തിൻ്റെ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷനും സുപ്രീം കോടതിയും അവരും എല്ലാവരും തന്നെ തയ്യാറാകുന്നില്ല. കാരണം അവിടുത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഫലങ്ങൾ കൃത്യമായി പുറത്തേക്ക് വിടാൻ. അതിന് അദ്ദേഹം കാരണമായി പറയുന്നത് ഈ പറയുന്ന മഡൂറോ പല മാനിപ്പുലേഷൻസ് നടത്തി അവിടെ 51% വോട്ട് കിട്ടി പ്രസിഡൻ്റായി തുടരുകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവിടെ എഡ്മണ്ടോ ഗോൺസാൽവസ് എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവുണ്ട് പ്രമുഖമായിട്ടുള്ള. ആ പ്രതിപക്ഷ നേതാവ് അവിടെ ചില ഒഫീഷ്യൽ വോട്ടിംഗ് റെക്കോർഡ്സൊക്കെ തന്നെ പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ടെന്നും ആ പുറത്തേക്ക് ഇറക്കിയത് അനുസരിച്ച് യഥാർത്ഥത്തിൽ ഇയാൾക്ക് വലിയ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു എന്നും, പക്ഷേ ഈ പറയുന്ന പോലെ നമ്മുടെ മഡൂറോ ഒക്കെ തന്നെ അങ്ങനെ ചെയ്യാതെ അവിടുത്തെ തെരഞ്ഞെടുപ്പുകളൊക്കെ തന്നെ അട്ടിമറിക്കുകയായിരുന്നു. അപ്പോൾ അമേരിക്കക്ക് വലിയ പ്രണയം കൊണ്ട്, ജനാധിപത്യത്തോടുള്ള പ്രണയം കൊണ്ട് ഏകാധിപത്യ ഭരണം അവസാനിപ്പിക്കാൻ വേണ്ടി ഇടപെട്ടു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അവിടെ മറിയ മച്ചാഡോ എന്ന് പറയുന്ന മറ്റൊരു പ്രതിപക്ഷ നേതാവ് കൂടിയുണ്ട്. അവർക്ക് നൊബേൽ പ്രൈസ് കിട്ടിയതാണ്. അവരെ ആക്കും എന്നാണ് ആളുകൾ വിചാരിച്ചിരുന്നത്. പക്ഷേ പ്രിയപ്പെട്ട പണിക്കർ അറിയേണ്ടത് ഇപ്പോൾ അവിടുത്തെ പ്രസിഡൻ്റ് ആരാണെന്ന് അറിയാമോ? പണിക്കർ ആർക്കാണ് ചാർജ് കൊടുത്തേക്കണേന്ന്? ആ ചാർജ് കൊടുത്തേക്കുന്നത് അവിടുത്തെ വൈസ് പ്രസിഡൻ്റ് ആയിട്ടുള്ള ഡെൽസി റോഡ്രിഗ്സിനാണ്. ആ ഡെൽസി റോഡ്രിഗ്സ് അധികാരമായിട്ട്, കാരണം അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ കീഴിൽ തന്നെ തെരഞ്ഞെടുപ്പിലൂടെ ജയിച്ചു വന്നു എന്ന് പറയുന്ന വൈസ് പ്രസിഡന്റ് തന്നെ അമേരിക്ക എന്ത് ചെയ്തേക്കാണ്? അധികാരം കൊടുത്തേക്കാണ്. അങ്ങനെ അധികാരം കൊടുത്തതിന് ശേഷം ഇപ്പോൾ അവർ കൂടി തിരിഞ്ഞിട്ടുണ്ട്. കാരണം അവർ പറഞ്ഞേക്കുന്നത് ഇത് അവരുടെ സർവാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണ്, ഇങ്ങനെ തട്ടിക്കൊണ്ടുപോയത് ശരിയല്ല എന്നുകൂടി അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ ട്രംപിൻ്റെ കൺട്രോൾ പിന്നെയും തെറ്റി. ട്രംപ് പറഞ്ഞേക്കുന്നത് ഇനി ഈ മര്യാദക്കല്ല അവിടെ ഭരിക്കുന്നതെങ്കിൽ ഇതിനേക്കാൾ, അതായത് മഡൂറോയേക്കാൾ വലിയ ഗതികെട്ട അവസ്ഥയിലേക്കായിരിക്കും നിങ്ങൾ എത്തിച്ചേരുക എന്നുള്ളതാണ് അവരോട് പറഞ്ഞേക്കുന്നത്. എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായി അവിടെ ജനാധിപത്യമൊന്നും പുനഃസ്ഥാപിക്കാനുള്ള താല്പര്യം കൊണ്ടല്ല എന്നുള്ളതാണ് വാസ്തവം. ഇനി അടുത്ത ഏറ്റവും വലിയ തമാശ ഉണ്ട്. നമ്മൾ അമേരിക്ക ഇത്തരത്തിൽ ഒരു റെജീം ചേഞ്ച് നടത്തിയിട്ടുള്ള, ഭരണ മാറ്റങ്ങൾ നടത്തിയിട്ടുള്ള നിരവധി രാജ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ പാവകളാക്കി കൊണ്ടു നടക്കുന്ന നിരവധി രാജ്യങ്ങളുണ്ട്. ആ രാജ്യങ്ങളെയൊക്കെ താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ? അതെല്ലാം അമേരിക്കയുടെ വളരെ താല്പര്യപൂർവമായ ഇടപെടലുകളാണോ ജനാധിപത്യം സംരക്ഷിക്കാൻ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതിൽ ഒന്നാമത്തെ രാജ്യം എന്ന് പറയുന്നത് പാകിസ്ഥാനാണ്. പാകിസ്ഥാനിൽ സെപ്റ്റംബർ 25, 2025 ഇൻ്റർനാഷണൽ ചാനലുകളിലൊക്കെ വന്നിട്ടുള്ള ഒരു ദൃശ്യമുണ്ട്. ആ ദൃശ്യമെന്ന് പറയുന്നത് അസിം മുനീറും ഷബാസ് ഷെരീഫും ഒക്കെ കൂടിയിട്ട് അവിടെ റെയർ എർത്ത്സും മിനറൽസും മെറ്റൽസും ഒക്കെ ഞങ്ങളുടെ രാജ്യത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സൂട്ട് കേസ് നിവർത്തി കാണിച്ചുകൊണ്ട് കുറേ ഈ പറയുന്ന പോലെ കളറിലുള്ള സ്റ്റോണുകളൊക്കെ കാണിക്കുന്നുണ്ട്. ആ സ്റ്റോണുകൾ കാണിച്ചുകൊണ്ട് പറയുന്നത് ഇത്തരത്തിലുള്ള മിനറൽസും മെറ്റൽസും ഒക്കെ ഞങ്ങളുടെ രാജ്യത്തുണ്ട്, നമുക്ക് ബിസിനസ് ചെയ്യാം എന്നാണ് പറയുന്നത്. ഇദ്ദേഹം തലയാട്ടി സമ്മതിക്കുന്നതായിട്ടാണ്. ഇനി അദ്ദേഹം വലിയ ജനാധിപത്യ വിശ്വാസിയും മര്യാദക്കാരനും ഒക്കെ ആയിരുന്നു അമേരിക്കയും ട്രംപുമെങ്കിൽ ഇന്ത്യ അനുകൂലിക്കുന്നതിന് പകരം എന്തിനാണ് ഈ പറയുന്ന പോലെ പാകിസ്ഥാനെ അനുകൂലിച്ചത്? എന്തിനാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയോടും നമ്മളോടും കാണിക്കാത്ത താല്പര്യം പോലും അസിം മുനീറിനോട് കാണിച്ചത്? അതിനുത്തരം പറയൂ നിങ്ങൾ. അപ്പോൾ അതങ്ങനെയല്ല അവരുടെ ചരിത്രം എന്നുള്ളത് നമുക്കറിയാം. ഇത് ഈ റീസെൻ്റായി നടന്ന കാര്യം മാത്രം പറഞ്ഞതാണ്. ഇനി കുറച്ചുകൂടി പുറകിലോട്ട് പോയാൽ 8 ഓഗസ്റ്റ് 2025 അവിടെ നമുക്കറിയാം അവിടുത്തെ പട്ടാള അട്ടിമറിക്ക് ശേഷം അവിടെ യഥാർത്ഥത്തിൽ മുഹമ്മദ് യൂനസ് എന്ന് പറയുന്ന ഒരു നൊബേൽ പ്രൈസ് വിന്നറാണ് ഇൻ്ററിം അഡ്വൈസറായി മാറിയത്. യഥാർത്ഥത്തിൽ അദ്ദേഹം ഓഗസ്റ്റ് 2025 ഇൻ്ററിം അഡ്വൈസറായി മാറി. പക്ഷേ ഇടക്കാല എന്നുള്ളതിനൊന്നും ഒരു പ്രസക്തിയില്ല, കാരണം ഇപ്പോഴും അഡ്വൈസർ അവിടെ നിന്ന് മാറിയിട്ടില്ല. കൂടാതെ ഇദ്ദേഹം 24 സെപ്റ്റംബറിൽ 2025
അവിടെ US ചെല്ലുകയും നിരവധി ആളുകളെ ഈ പറയുന്ന പോലെ അലക്സ് സോറോസിനെ അടക്കം അതല്ലെങ്കിൽ ബിൽ ക്ലിൻ്റൺ അടക്കമുള്ള നിരവധി ആളുകളെ കാണുകയും ഇദ്ദേഹത്തിന് കൊടുത്ത പദവിക്ക് വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ വലിയ സ്നേഹപ്രകടനം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാത്തത് ബംഗ്ലാദേശിൽ നടന്നിട്ടുള്ള അട്ടിമറിക്ക് പിന്നിൽ യഥാർത്ഥത്തിൽ അമേരിക്കയുടെ കരങ്ങളുണ്ടെന്നും അവർ ഈ പറയുന്ന പോലെ അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമി നേതാക്കളുമായി പോലും കൂടിക്കാഴ്ച നടത്തി എന്നുള്ളതുമൊക്കെ ഞാൻ വിശദമായി നേരത്തെ പല വീഡിയോകളിലും ചെയ്തതുകൊണ്ടാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഈ പറയുന്ന പോലെ റെജീം ചേഞ്ചിന് വേണ്ടി അത്തരത്തിലുള്ള അമേരിക്കൻ ഡീപ് സ്റ്റേറ്റുകൾ നിരവധി രാജ്യങ്ങളിൽ ഇടപെടുന്നുണ്ട് എന്നുള്ളത് ചുരുക്കം. ഇനി അടുത്തത് പോട്ടെ, ഈ തൊട്ടടുത്ത് കിടന്ന മറ്റൊരു ജൻസി പ്രക്ഷോഭമാണല്ലോ നേപ്പാളിൽ കാഠ്മണ്ഡുവിൽ. ആ ജൻസി പ്രൊട്ടസ്റ്റിന് പോലും യൂസ് ചെയ്തിട്ടുള്ളത് ഒരു അമേരിക്കൻ ഡീപ് ടെക് ആയിട്ടുള്ള പ്ലാറ്റ്ഫോം ആണെന്നും ആ ഡീപ്പ് ടെക്നോളജി ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോം ആണെന്നും ആ പ്ലാറ്റ്ഫോമിൻ്റെ പേര് ഡിസ്കോഡ് ആണെന്നും അതുവഴിയാണ് വലിയ തോതിലുള്ള ഈ പറയുന്ന പോലെ ജനങ്ങളെയൊക്കെ തന്നെ മൊബിലൈസ് ചെയ്തത് എന്നും പറയുന്ന വലിയ ആരോപണങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ വിശദമായിട്ടുള്ള ഡീറ്റെയിൽസ് പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇനി ഇതിനെല്ലാറ്റിനും മുമ്പ് 1989 പനാമയിൽ എന്താണ് സംഭവിച്ചത് എന്ന് പറഞ്ഞാൽ ഫോർമർ മിലിറ്ററി ആയിട്ടുള്ള മാനുവൽ അന്തോണിയോ നൊറിഗയെ ഇതുപോലെ തട്ടിക്കൊണ്ടുപോയി 27 കൊല്ലം ജയിലിൽ കിടന്നു അദ്ദേഹം മരിച്ചുപോയി. അപ്പോൾ ഇതുപോലെയുള്ള നിരവധി സംഭവങ്ങൾ എനിക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ട്. ഇനി സദ്ദാം ഹുസൈൻ്റെ കാര്യത്തിൽ 2003 എന്താണ് സംഭവിച്ചത്? അമേരിക്കയുടെ കാര്യത്തിൽ 2003 അമേരിക്ക ഇതുപോലെ തന്നെ. അതിന് പക്ഷേ മറ്റൊരു കാരണമായിരുന്നു പറയുക. കാരണം അമേരിക്ക പറയുന്ന മൂന്ന് കാരണങ്ങളേ ഉള്ളൂ ഒരു രാജ്യത്തേക്ക് തുഴഞ്ഞു കയറാൻ. ഒന്ന് ഏകാധിപത്യം അവസാനിപ്പിക്കാൻ, അല്ലെങ്കിൽ വെപ്പൺ ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ, അതായത് രാജ്യത്തെ എല്ലാം കൊല്ലാൻ കഴിയുന്ന, ലോകത്തെ തന്നെ ഇല്ലാതാക്കാൻ കഴിയുന്ന ആണവായുധം കയ്യിലുണ്ട്, അതുകൊണ്ട് നമുക്ക് അവരെ നശിപ്പിക്കണം, ആണവായുധം അവരുടെ കയ്യിലുണ്ടെങ്കിൽ ഡേഞ്ചറാണെന്ന് പറഞ്ഞ് എന്ത് ചെയ്യും, അതിക്രമിച്ച് കയറും. അതിപ്പോൾ ഇറാനിലേക്ക് അടുത്ത് പോകാനിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ ഈ പറയുന്ന പോലെ സദ്ദാം ഹുസൈനെ എന്ത് ചെയ്തു, അത്തരത്തിൽ വെപ്പൺ ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ ഉണ്ട്, അതായത് ലോകത്തെ മുഴുവൻ കൊന്നെടുക്കാനുള്ള ആയുധങ്ങളുണ്ടെന്ന് തോന്നി. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരായുധം ഉണ്ടായില്ല പിടിച്ചു കഴിഞ്ഞ് കൊന്നതിന് ശേഷം. അല്ലെങ്കിൽ മൂന്നാമത്തത് പറയുന്നത് മയക്കുമരുന്ന് മാഫിയകളെ തകർക്കാൻ എന്നുള്ളതാണ്. ഈ പല രാജ്യങ്ങളിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നടന്നിട്ടുള്ളത്. ഇമ്രാൻഖാൻ പാകിസ്ഥാനിൽ ജയിലിൽ കിടക്കുകയാണ്. എവിടെയാണ് ജനാധിപത്യം ഉള്ളത്? അവിടെ അമേരിക്ക ഇടപെടുന്നുണ്ടോ? അമേരിക്കയുടെ പാവങ്ങളായിട്ടുള്ള സൈനിക ഭരണാധികാരികളല്ലേ അവരെ ഭരിച്ചുകൊണ്ടിരുന്നത് മുഴുവൻ. എന്തെങ്കിലും ഒരു സെൻസ് വേണ്ട എൻ്റെ പ്രിയപ്പെട്ട പണിക്കർ ഇതൊക്കെ പറയുമ്പോൾ. നമ്മൾ തമ്മിൽ ജീവിതത്തിൽ ഇതേവരെ കണ്ടിട്ടില്ല, പക്ഷെ താങ്കളെയൊക്കെ കേൾക്കുന്ന 2-3 ലക്ഷം ആളുകൾ ഈ കേരളത്തിൽ ഉണ്ടെന്നുള്ളത് എന്നെ ഭയപ്പെടുത്തുന്ന കാര്യമാണ്. പിന്നെ അടുത്തത് നമുക്കറിയാലോ, ഈ പറയുന്ന ഹെയ്ത്തിയിലെ ഈ പറയുന്ന പോലെ ചീഫായിരുന്ന ജോൺ ബർത്താഡ് അരിസ്റ്റീഡ് 72 വയസ്സുള്ള ഒരാൾ ഇതുപോലെ തട്ടിക്കൊണ്ടുപോയി. അദ്ദേഹം ചെയ്തതിനൊന്നും നമ്മൾ അംഗീകരിക്കുന്നില്ല. അദ്ദേഹം ഒരു പ്രീസ്റ്റ് ആയിരുന്നു, അദ്ദേഹത്തെ ഇതുപോലെ തട്ടിക്കൊണ്ടുപോയി. അപ്പം ഇതേപോലെ ഷെയ്ഖ് ഹസീന എന്താണ് സംഭവിച്ചത്? അവർക്ക് ആ രാജ്യം വിട്ടോടേണ്ടി വന്നു. എന്താണ് യഥാർത്ഥത്തിലുള്ള കാരണമെന്ന് ശ്രീത്ത് പഠിച്ചിട്ടുണ്ടോ? അതായത് സെയിൻറ്റ് മാർട്ടിൻ ഐലൻഡ് വിട്ടുകൊടുക്കണം സൈനിക അഭ്യാസങ്ങൾക്ക് വേണ്ടി എന്നുള്ളത് അമേരിക്ക പറഞ്ഞു. അത് വിട്ടുകൊടുക്കാൻ കഴിയില്ലെന്ന് ബംഗ്ലാദേശ് പറഞ്ഞു. ആ ബംഗ്ലാദേശ് പറയുന്ന സമയത്ത് തന്നെ ഏതാണ്ട് ഇത്തരത്തിലുള്ള ഇൻ്റലിജൻസ് ഏജൻസികളുടെ റിപ്പോർട്ടുകൾ ഷെയ്ഖ് ഹസീനക്കടക്കം കിട്ടിയിരുന്നു. കാരണം ഈ രാജ്യം എന്ത് ചെയ്യപ്പെടും, ഗവൺമെൻറ് ഇല്ലാതാവും, രാജ്യമട്ടുള്ള ഭരണം അട്ടിമറിക്കപ്പെടും എന്നുള്ളത് അവർക്ക് കൃത്യമായിട്ട് അറിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഏറ്റവും ഒടുവിലാണ് യഥാർത്ഥത്തിൽ നിക്കോളാസ് മഡൂറോ എന്ന് പറയുന്ന ഒരാളുടെ കാര്യത്തിൽ കൂടി സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന അബദ്ധങ്ങളൊക്കെ താങ്കളിരുന്ന് വെറുതെ വെളിവില്ലാതെ വിളിച്ചു പറയുകയും കേരളത്തിലെ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ആളുകൾ താങ്കൾ എന്തോ ഏഷ്യാനെറ്റൊക്കെ അവതരിപ്പിക്കുന്നതുകൊണ്ട് വലിയ ബുദ്ധിജീവിയാണെന്ന് കരുതുകയും വലിയ മണ്ടത്തരങ്ങളിലേക്ക് അവരും കൂടി എത്തപ്പെടുകയും ചെയ്യും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് താങ്കൾ കുറച്ചുകൂടി നന്നായി പഠിച്ചിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം താങ്കൾ പഠിച്ചവതരിപ്പിക്കുന്ന ഒരാളാണ് എന്ന് പറയുന്ന നരേഷൻ ചില ആളുകളൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട്, എനിക്കങ്ങനെ തോന്നിയിട്ടില്ലെങ്കിലും. അപ്പോൾ അതുകൊണ്ട് അവർ കൂടി അപകടത്തിൽ പെടരുത് എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ മൂന്നാമത്തേതും ഏറ്റവും പ്രശസ്തമായിട്ടുള്ള കാര്യം ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, അത് ജനാധിപത്യവും സ്വാതന്ത്ര്യവും എന്ന് പറഞ്ഞ് അമേരിക്ക ലിബിയയിലും ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും അതുപോലെ നിരവധി സ്ഥലങ്ങളിലുമൊക്കെ ഇതേപോലെയുള്ള ഇടപെടലുകൾ നടത്തിയതൊക്കെ തന്നെ ഒരു കാരണവശാലും അവരുടെ ഒന്നും ഈ പറയുന്ന പോലെ ഉന്നമനത്തിന് വേണ്ടിയല്ല, ഇവരുടെ ബിസിനസ് നടക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതിൽ ഡൊണാൾഡ് ട്രംപ് ആകുമ്പോൾ അമേരിക്കയുടെ ബിസിനസ് മാത്രമല്ല, യഥാർത്ഥത്തിൽ അവർക്ക് വ്യക്തിപരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ബിസിനസ്സിലുമൊക്കെ അദ്ദേഹത്തിന് താല്പര്യമുണ്ട്. പിന്നെ താങ്കൾ പറഞ്ഞ പോലെ നേരത്തെ അവർ 6000 പെർ ക്യാപിറ്റ ഇൻകത്തിൽ നിന്ന് 12,000 ആയിരുന്നതൊക്കെ തന്നെ പിന്നീട് 3000-ലേക്ക് കൂപ്പുകുത്തുകയും വലിയ താഴ്ച ഉണ്ടാവുകയും ഒക്കെ ചെയ്തതിൻ്റെ കാരണം യഥാർത്ഥത്തിൽ അവർക്ക് നേരിടേണ്ടി വരുന്ന വലിയ തോതിലുള്ള ഉപരോധങ്ങളാണ് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് എന്ന് മറന്നുപോകരുത്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും മനസ്സിലാക്കാതെ വെറുതെ യഥാർത്ഥത്തിൽ ഈ പറയുന്ന രാത്രി എഴുന്നേറ്റിരുന്ന്
ഇന്ത്യ ബംഗ്ലാദേശിൽ ഏറ്റവും കുറഞ്ഞ പക്ഷേ എനിക്ക് താങ്കളോട് പറയാനുള്ളതാണ്, ഇന്ത്യ ബംഗ്ലാദേശിൽ ഇടപെട്ടതിന് നമുക്കൊരു വെസ്റ്റേൺ ഇൻട്രസ്റ്റും ഇല്ലായിരുന്നു. അവിടുത്തെ ധാതും മണ്ണും അതുപോലെ തന്നെ പെട്രോളും ഒന്നും അടിച്ചു മാറ്റാൻ വേണ്ടിയല്ല നമ്മൾ ഇടപെട്ടത്. അതുപോലെ ഏറ്റവും കുറഞ്ഞ പക്ഷം ഓപ്പറേഷൻ സിന്ദൂർ, നരേന്ദ്രമോദിയെക്കുറിച്ച് പല വിമർശനങ്ങളും പറയുമ്പോഴും ഓപ്പറേഷൻ സിന്ദൂറിലേക്ക് അദ്ദേഹം ഇടപെട്ടത് ഇന്ത്യൻ രാജ്യത്തിൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടാണ്. അതും അവിടുത്തെ ടെറർ ഇൻഫ്രാസ്ട്രക്ചറുകൾ മാത്രം തകർക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഏറ്റവും കുറഞ്ഞ ഈ പറയുന്ന പോലെ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ആളുകൾ കൊല്ലപ്പെടാതിരിക്കുന്നതിന് വേണ്ടി രാത്രി സമയം പോലും തിരഞ്ഞെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് എനിക്ക് താങ്കളോട് പറയാനുള്ളത്, താങ്കളൊരു ദൈവവിശ്വാസിയാണല്ലോ, താങ്കൾ അയോധ്യയിൽ പോകുന്നതും അയോധ്യയിൽ പോയതിന് ശേഷം താങ്കൾ അയോധ്യയിലേക്ക് ഒരു DCP ഡെപ്യൂട്ടി കമ്മീഷണർ വണ്ടിയിൽ യാത്ര ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ താങ്കൾ തന്നെ യഥാർത്ഥത്തിൽ മറുനാടൻ്റെ ഒരു ചാനലിൽ ഇരുന്ന് ഇൻ്റർവ്യൂ കൊടുക്കുന്നത് ഞാൻ കേട്ടു. ഞാനത് കേട്ട് ഞെട്ടിപ്പോയി. കാരണം എങ്ങനെയാണ് അയോധ്യയിലേക്ക് യാത്ര ചെയ്യാനായിട്ട് ഒരു ഡെപ്യൂട്ടി കമ്മീഷണറുടെ വാഹനം ഉപയോഗിക്കുക എന്നുള്ളത് എനിക്ക് ഇന്നും ആലോചിച്ചിട്ട് പിടികിട്ടിയിട്ടില്ല. പക്ഷെ അതെല്ലാം തന്നെ വളരെ നോർമലായി ഒരു ഇൻ്റർവ്യൂ ആയിട്ട് അങ്ങോട്ട് പോയി. കാരണം ഷാജനും അത് ചോദിച്ചില്ല. ഇനി ശ്രദ്ധിക്കാത്തതാണോ ഷാജൻ മനഃപൂർവ്വം വേണ്ടെന്ന് വെച്ചതാണോ എന്നെനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള വാദങ്ങളും മണ്ടത്തരങ്ങളും വിഡ്ഢിത്തങ്ങളും ഒക്കെ വിളമ്പിക്കൊണ്ട് ഈ കേരളത്തിലെ മുഴുവൻ ആളുകളെയും പൊട്ടന്മാരാക്കരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് കുറച്ചുകൂടി ഗംഭീരമായി പഠിച്ചതിന് ശേഷം മാത്രം പ്രത്യേകിച്ച് ഇൻ്റർനാഷണൽ മാറ്റേഴ്സിനെ കുറിച്ച് താങ്കൾക്ക് അത്ര വലിയ അറിവില്ല. അപ്പോൾ താങ്കൾ തലേദിവസം രാത്രി ഇരുന്ന് പഠിക്കുന്നതാണ്, അതിനൊന്നും തെറ്റില്ല. പക്ഷെ അങ്ങനെ പഠിക്കുമ്പോൾ വെറുതെ നമ്മൾ ചെറിയ പാരഗ്രാഫ് മാത്രം വായിച്ചിട്ട് വരരുത്. കാരണം ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഡെപ്ത് ആയിട്ടുള്ള അറിവുകളിലേക്ക് കൂടി പോകാൻ ദയവുണ്ടാകണം. എനിക്ക് പറയാനുള്ളത് BJPയുടെ അണികളോടും അതുപോലെ സംഘപരിവാറിൻ്റെ ശിഷ്യന്മാരോടുമൊക്കെയാണ്. നിങ്ങൾ ഒരു കാര്യം എനിക്ക് പറയാം, നിങ്ങൾ ഏത് വീഡിയോ വേണമെങ്കിലും കണ്ടോളൂ, ആരെ വേണമെങ്കിലും ആരാധിച്ചോളൂ, പക്ഷെ കുഴപ്പമില്ല. പക്ഷേ ഇത്തരത്തിലുള്ള മിസ്ഇൻഫർമേഷനും ഈ പറയുന്ന പോലെ വലിയ തോതിലുള്ള വിവരക്കേടുകളും ഒക്കെ മാത്രം നിങ്ങൾ ഭക്ഷിച്ചാൽ വലിയ ഡേഞ്ചർ ആയിരിക്കും ഉണ്ടാവുക. കാരണം അതൊക്കെ തന്നെയായിരിക്കും നമ്മുടെ കുട്ടികൾക്ക് കൂടി പകർന്നു കൊടുക്കുക. അതുകൊണ്ട് കഴിയുന്നതും ഏതെങ്കിലും ഒരു കാര്യത്തിൽ ആരെയും കണ്ണുമടച്ച് വിശ്വസിക്കാതെ കുറച്ചുകൂടി ഏതെങ്കിലും കാര്യങ്ങളിൽ വെരിഫൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. അതിൽ ഇദ്ദേഹം ഈ പറയുന്ന പോലെ സംഘപരിവാർ അനുകൂലികളൊക്കെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. ഈ പറയുന്ന മഡൂറോ എന്ന് പറയുന്ന ആൾ, നിക്കോളാസ് മഡൂറോ യഥാർത്ഥത്തിൽ രാജാ ഹരിശ്ചന്ദ്രനോ ചന്ദ്രഗുപ്ത മൗര്യനോ ഒന്നും ആയിരുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിലുള്ള ഏറ്റവും വലിയ ദുരന്തം ഇതാണ്. നേരത്തെ സുകുമാർ അഴീക്കോടിനെ പോലെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വലിയ OV വിജയനെ പോലെയുള്ള വലിയ സാംസ്കാരിക നായകന്മാരുണ്ടായിരുന്ന കാലത്ത് നിന്നും ഈ സോഷ്യൽ മീഡിയയും യൂട്യൂബും ഒക്കെ വന്നതോടുകൂടി ഏതെങ്കിലും ഒരു സൈഡ് പിടിച്ചുകൊണ്ട് വായിൽ തോന്നിയ അബദ്ധങ്ങളൊക്കെ വിളിച്ചു പറയുന്ന ആളുകൾ വലിയ സാംസ്കാരിക നായകന്മാരും ചർച്ചാ വിദഗ്ധന്മാരും മാതൃഭൂമിയുടെ മനോരമയിലൊക്കെ ഫെസ്റ്റിവലുകളിൽ പങ്കെടുക്കുന്നവരുമൊക്കെയായി മാറിക്കൊണ്ടിരിക്കുന്ന വലിയ അപജയത്തിൻ്റെ കാലഘട്ടത്തിലാണ് നാം ജീവിച്ചിരിക്കുന്നത് എന്നുള്ളത് ഒന്നുകൂടി ഉറപ്പെടുത്തിക്കൊണ്ട് അതിൽ നിന്ന് കുട്ടികളെങ്കിലും രക്ഷിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് എന്നോട് ക്ഷമിക്കുമെന്നും കൂടുതൽ നന്നായി പഠിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി ശ്രീജിത്ത് പണിക്കരോട് ഒരിക്കൽ കൂടി അത് വിനയത്തോടെ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.